നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT സിലബസ് പ്രകാരം 10th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? സൗണ്ട് വേവ്സ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഒരു കുട്ടി സ്വിങ് ആടുന്നു. കൂടാതെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും കാണാം. അതിലൊരു കുട്ടി പറയുന്നുണ്ട്, തൻ്റെ ഫ്രണ്ടിൻ്റെ ഊഞ്ഞാലാട്ടം 10 പ്രാവശ്യം കഴിഞ്ഞു, ഇപ്പോൾ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങേണ്ടതാണെന്ന്. അപ്പോൾ ഊഞ്ഞാലാടുന്ന കുട്ടി എന്താ പറയുന്നത്? ഇല്ല ടീച്ചറെ, ഞാൻ ആകെ 5 പ്രാവശ്യം മാത്രമേ ഊഞ്ഞാലാടിയിട്ടുള്ളൂ എന്ന്. അപ്പോൾ ടീച്ചറും ശരിവെക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, അതേ 5 പ്രാവശ്യം തന്നെയാണ് ആടിയിട്ടുള്ളൂ എന്ന്. എങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാലാട്ടം എങ്ങനെ കൗണ്ട് ചെയ്യാം? അത് മനസ്സിലാക്കണമെങ്കിൽ ഊഞ്ഞാലാട്ടം അഥവാ സ്വിങ് ഏത് തരം മോഷനാണ് എന്ന് മനസ്സിലാക്കണം. സർക്കുലർ മോഷനാണോ അതോ ഓസിലേറ്ററി മോഷനാണോ? ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ഓസിലേറ്ററി മോഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. സ്വിങ്ങിൻ്റെ മോഷൻ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള പിക്ചർ കൊടുത്തിരിക്കുന്നു. ഫിഗർ 1.1a. അതിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് സ്വിങ്ങിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിരിക്കുന്നതിൽ 3 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എ എന്ന പോയിന്റ് ഉണ്ട്, ഒ എന്ന പോയിന്റ് ഉണ്ട്, ബി എന്ന പോയിന്റ് ഉണ്ട്. ഇതിൽ ഏതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ? ആൻസർ എന്തായിരിക്കും? ഒ ആണ് ഇക്വിലിബ്രിയം പൊസിഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓസിലേഷൻ, അതിൻ്റെ ഡെഫിനേഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ, ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് എൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. അതായത് ഒരു ഒബ്ജക്റ്റിന് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിലുണ്ടാവുന്ന ടു ആൻഡ് ഫ്രോ മോഷൻ. ഫോർ എക്സാമ്പിൾ ആണ് എന്ത്? സ്വിങ് എന്ന് പറയുന്നത്. സ്വിങ്ങിൽ ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഒ എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് എയിലോട്ട് പോകുന്നു, ദെൻ ബിയിലോട്ട് പോയിട്ട് അവസാനം എവിടേക്ക് എത്തിച്ചേരണം? ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ടുള്ള ഒയിലേക്ക് തന്നെ എത്തിച്ചേരണം. അതാണ് ഒരു ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിന് സംഭവിക്കുന്ന റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ സംഭവിക്കുന്ന ടു ആൻഡ് ഫ്രോ മോഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് പേജ്. അതിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ. സോ എന്തായിരിക്കും ആൻസർ? എ ആണ് ആൻസർ. എന്നാൽ SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് M. അതാണ് യെല്ലോ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അത് പഠിക്കാനുള്ളതാണ്. അത് നിങ്ങൾ നോട്ട് എഴുതുകയും വേണം. Then we are going to the next question. When does the swing complete one oscillation? 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സ്വിങ് മോഷൻ്റെ ഒരു പിക്ചോറിക്കൽ റിപ്രസെൻറ്റേഷനാണ് ഫിഗർ 1.1bയിൽ കൊടുത്തിരിക്കുന്നത്. ഒ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനും എ ആൻഡ് ബി എന്ന് പറയുന്നത് 2 പോയിന്റുകളാണ്. ഒ എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എയിലേക്ക് പോവുകയും ദെൻ എയിൽ നിന്നും ബിയിലേക്ക് പോയി അവസാനം ഒ എന്ന ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ സ്വിങ് 1 കംപ്ലീറ്റ് ഓസിലേഷൻ ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ ആൻസർ ദെൻ ടു ബി ആൻഡ് ബാക്ക് ടു ഒ എന്നാണ് ആൻസർ. ഇനി 2 വേറെ സ്റ്റേറ്റ്മെൻറ്റ് അവർ തന്നിട്ടുണ്ട്. എ സ്വിങ് കംപ്ലീറ്റ്സ് വൺ ഓസിലേഷൻ വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം ഒ, ഗോസ് ടു ബോത്ത് സൈഡ്സ് ആൻഡ് ദെൻ റിട്ടേൺസ് ടു ഒ. അതായത് ഒ എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് 2 സൈഡിലേക്കും എ എന്ന പോയിന്റിലേക്കും ബി എന്ന പോയിന്റിലേക്കും പോയി ഒ എന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തു പറയാം? 1 കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയാം. Then next statement, an oscillation is completed when the body returns to its initial position in the same direction
ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ടഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബോഡി ഇരിക്കുന്നത് എ എന്ന പോയിന്റിലാണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് പോവുകയും വീണ്ടും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എൻഡ് ചെയ്യുന്നു. എൻഡ് പൊസിഷൻ എന്തായിരിക്കും? എ തന്നെ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ അവസാനിക്കുന്നു. അതിന് നമുക്ക് എന്തു പറയാം? വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയാം. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ഓസിലേറ്ററി മോഷനുള്ള എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തെ എക്സാമ്പിൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. അടുത്ത എക്സാമ്പിൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച സ്വിങ് തന്നെ, അതൊരു ഓസിലേറ്ററി മോഷന് എക്സാമ്പിളാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? അതായത് ഒരു പെൻഡുലം 1 മിനിറ്റാണ് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് എങ്കിൽ ഒരു ഓസിലേഷന് എത്ര സമയം വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 30 ഓസിലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എത്രയാണ്? 1 മിനിറ്റ്. മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 60 സെക്കൻഡ് ആണെന്നറിയാം. സോ 30 ഓസിലേഷൻ എടുക്കുന്ന സമയം എത്രയായി? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. സോ ഒരു ഓസിലേഷൻ എത്ര എടുക്കും? 60 സെക്കൻഡിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 2 സെക്കൻഡ്. ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് പേജ്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് പീരിയഡ് എന്ന്. ദ ടൈം ടേക്കൻ ഫോർ 1 ഓസിലേഷൻ ഈസ് കോൾഡ് പീരീഡ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയത്തെയാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ T. എന്നാൽ SI യൂണിറ്റ് ഓഫ് പീരീഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അതിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ S. അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ. അതിലിപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ്, ഒരു മിനിറ്റിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ക്വസ്റ്റ്യൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു 30 ഓസിലേഷൻ ആണ് എന്ന്. എന്നിട്ടാണ് നമ്മൾ ആ 1 മിനിറ്റിനെ എന്താക്കി മാറ്റിയത്? 60 സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തത്. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അതിൽ എത്ര ഓസിലേഷൻസ് ആയിരുന്നു? 30 ഓസിലേഷൻസ്. എങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 30നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 0 ക്യാൻസൽ ചെയ്തു. സോ 3/6. അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരിക? 1/2. 1/2 എന്ന് പറയുന്നത് 0.5. അതാണ് അതിൻ്റെ ആൻസർ. ദെൻ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് എന്താണ് ഫ്രീക്വൻസി എന്നാണ്. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? ഹെർട്സ്. അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ H, സ്മോൾ ലെറ്റർ Z. ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ F. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൽ ഓസിലേറ്ററി മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ? സ്വിങ് ഒരു ഓസിലേറ്ററി മോഷനാണെന്ന് പഠിച്ചു. ദെൻ ഓസിലേഷൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ദെൻ ഓസിലേറ്ററി മോഷനുള്ള എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. പെൻഡുലം എക്സാമ്പിളാണ്, അതുപോലെ തന്നെ സ്വിങ്ങിൻ്റെ മോഷനും ഓസിലേറ്ററി മോഷനുള്ള ഒരു എക്സാമ്പിൾസ് ആണെന്ന് പഠിച്ചു. അതിനിടയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമ്മൾ പഠിച്ചത് പീരീഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണെന്നും പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാനും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്